പടിഞ്ഞാറൻ യൂറോപ്പിൽ ഫ്രാൻസിൻ്റെയും സ്പെയിനിൻ്റെയും ഇടക്ക് ഞെങ്ങിഞ്ഞെരുങ്ങി കഴിയുന്ന ഒരു കൊച്ചു രാജ്യമാണ് അൻഡോറ. 20 കിലോമീറ്റർ വീതിയും 20 കിലോമീറ്റർ നീളവുമുള്ള ഈ രാജ്യം യൂറോപ്പിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 3300 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അൻഡോറ ധാരാളം മലകളും പർവ്വതങ്ങളുമുള്ള അൺഡുലേറ്റിംഗ് ടെറിട്ടറിയുള്ള ഒരു രാജ്യമാണ്. ഇന്ത്യയുടെ 19 ഇരട്ടിയാണ് ആളോഹരി വരുമാനം. 78,000 ആളുകൾ ഈ കൊച്ചു രാജ്യത്തിൽ താമസിക്കുന്നു. എങ്കിലും തെരുവുകളിൽ എപ്പോഴും നല്ല തിരക്കാണ്. ഒരു വർഷം 1 കോടി ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാൻ അൻഡോറയ്ക്ക് സാധിക്കുന്നുണ്ട്. അൻഡോറ ഭരിക്കുന്നത് ഒരു രാജകുമാരനാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെ ഒരു പ്രിൻസിപ്പാലിറ്റി എന്ന് പറയുന്നു. വളരെ സന്തുഷ്ടരായ ആളുകളാണ് അൻഡോറയിൽ താമസിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവർ അൻഡോറക്കാരാണെന്ന് കണക്കാക്കപ്പെടുന്നു. ശരാശരി 81 വയസ്സാണ് ആയുസ്. നല്ല വെള്ളവും നല്ല കാലാവസ്ഥയും നല്ല ഓക്സിജനും ഉള്ളതുകൊണ്ടാണ് ഇവിടെയുള്ള ആളുകൾക്ക് കൂടുതൽ കാലം ജീവിക്കാൻ പറ്റുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്ക് തുല്യമായ സ്ഥാനവും വോട്ടവകാശവും അൻഡോറയ്ക്കുണ്ട്. ഈ രാജ്യത്തിന് സ്വന്തമായി പട്ടാളമില്ലെങ്കിലും 240ഓളം പോലീസുകാർ ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നു. അയൽ രാജ്യങ്ങളായ ഫ്രാൻസും സ്പെയിനും അൻഡോറയ്ക്ക് സൈനിക സഹായം നൽകുന്നുണ്ട്. വളരെ കാര്യക്ഷമമായ ഒരു പോലീസ് സേനയാണ് അൻഡോറയിലുള്ളത്. മലകളിൽ ഹൈക്കിങ്ങിനും ട്രക്കിങ്ങിനും പോകുന്ന ആളുകൾ വഴിക്ക് വെച്ച് കുടുങ്ങിപ്പോയാൽ അവരെ സഹായിക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു മൗണ്ടൻ റെസ്ക്യൂ സർവീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. രാജ്യത്തിന് സ്വന്തമായി സൈന്യമില്ലെങ്കിലും 21 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള എല്ലാ ആളുകളും സൈനിക പരിശീലനം നടത്തിയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അലാറം മുഴങ്ങിയാൽ എല്ലാവരും നഗരമധ്യത്തിൽ ഒത്തുകൂടുകയും രാജ്യത്തിന് വേണ്ടി പോരാടുകയും ചെയ്യണമെന്ന് നിയമവ്യവസ്ഥയിൽ പറയുന്നുണ്ട്. എല്ലാ വീടുകളിലും AK-47 തോക്ക് സൂക്ഷിക്കണമെന്നും തോക്കില്ലാത്തവരെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നും ഇവിടെ ഒരു നിയമമുണ്ട്. ഈ രാജ്യത്തിലെ ജനങ്ങൾ സ്പാനിഷ് ഭാഷയും ഫ്രഞ്ച് ഭാഷയും സംസാരിക്കുന്നു. 7 സംസ്ഥാനങ്ങളായി രാജ്യത്തെ വിഭജിച്ചിരിക്കുന്നു. വളരെ ചെറിയ സംസ്ഥാനങ്ങളായതുകൊണ്ട് നമുക്കവയെ ഗ്രാമങ്ങളെന്ന് വിളിക്കുന്നതാണ് കൂടുതൽ സൗകര്യപ്രദം. ഈ രാജ്യത്തിൻ്റെ പ്രധാനമായ വരുമാനം ടൂറിസം തന്നെയാണ്. ട്രക്കിങ്ങിനും ഹൈക്കിങ്ങിനും വേണ്ടിയാണ് കൂടുതൽ ആളുകൾ അൻഡോറയിൽ വരുന്നത്. മനോഹരമായി രാജ്യത്തിലൂടെ നടക്കുന്നതും പർവ്വതാരോഹണം നടത്തുന്നതും യൂറോപ്യൻസ് ആനന്ദകരമായി കണ്ടെത്തുന്നു. അസാധാരണമായ ഭംഗിയുള്ള കുന്നിൻ പ്രദേശങ്ങളും മലഞ്ചെരിവുകളുമാണ് അൻഡോറയിലുള്ളത്. ശൈത്യകാലത്ത് സ്കൈയിങ് പോലെയുള്ള വിനോദങ്ങളിലും ഇവിടെ ടൂറിസ്റ്റുകൾ ഏർപ്പെടാറുണ്ട്. അതിനു പുറമെ ബാങ്കിങ് വളരെ രഹസ്യ സ്വഭാവമുള്ളതായതുകൊണ്ട് നികുതി വെട്ടിപ്പുകാരും കള്ളപ്പണക്കാരും ഇവിടെയാണ് പണം നിക്ഷേപിക്കുന്നത്. യൂറോപ്പിലെ പല രാജ്യങ്ങളിലെയും രാഷ്ട്രീയക്കാർ അവരുടെ കള്ളപ്പണം ഇവിടെയാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് ധാരാളം കോടീശ്വരന്മാർ ഇവിടെ വരികയും പോവുകയും ചെയ്യുന്നു. അനേകം പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ അൻഡോറയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റുകൾ മികച്ച ഫ്രഞ്ച് ഭക്ഷണവും സ്പാനിഷ് ഭക്ഷണവും നൽകുന്നു. ഈ രാജ്യത്തിൽ കൃഷിയില്ല. എല്ലാ ഭക്ഷണവും ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂടുതലും ക്രിസ്ത്യാനികളാണ് ഇവിടെ താമസിക്കുന്നത്. എങ്കിലും ചെറിയൊരെണ്ണം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇവിടെയുണ്ട്. അൻഡോറയുടെ തലസ്ഥാനം അൻഡോറ ലാ വെല്ല പട്ടണമാണ്. 20,000 ആളുകൾ തലസ്ഥാന നഗരിയിൽ താമസിക്കുന്നു. കുന്നും മലയും നിറഞ്ഞ ഒരു ഭൂപ്രകൃതിയാണ് തലസ്ഥാന നഗരിക്കുള്ളത്. അതുകൊണ്ട് എയർപോർട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഏറ്റവും അടുത്ത എയർപോർട്ട് 160 കിലോമീറ്റർ ദൂരെ സ്പെയിനിലാണ്. ഏകദേശം അതേ ദൂരത്തിൽ ഫ്രാൻസിലും ഒരു എയർപോർട്ടുണ്ട്. അൻഡോറയിൽ എല്ലാ കുട്ടികൾക്കും സൗജന്യമായ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. 24 വർഷം പഴക്കമുള്ള അൻഡോറ സർവകലാശാലയിൽ MBAയും PhDയും ഒക്കെ ചെയ്യുവാനുള്ള സൗകര്യമുണ്ട്. ഈ രാജ്യത്തിലെ കറൻസി യൂറോ ആണ്. യൂറോപ്യൻ യൂണിയനിൽ മെമ്പർഷിപ്പ് ഇല്ലെങ്കിലും യൂറോപ്യൻ യൂണിയനിലെ ഒരു മെമ്പറിന് തുല്യമായ പരിഗണന അൻഡോറയ്ക്ക് ലഭിക്കുന്നുണ്ട്. യൂറോപ്പിലെ കോടീശ്വരന്മാരുടെ അഭയകേന്ദ്രമായ അൻഡോറയെ സംരക്ഷിക്കുവാൻ എല്ലാ വൻശക്തികൾക്കും വലിയ താല്പര്യമാണ്.